ആ ഹലോ, മോളിയാണ് അല്ലേ? വരുന്നില്ലടി ഇന്ന് ക്ലാസ്സിൽ? ആ ആ ആ ആ ആ ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്നുള്ളൂ, ചോറ് എടുത്തിട്ടില്ല. ഉവ്വ, കുറച്ച് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. ആ എന്ത്? ആ ആ ആ അത് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതേടി, നമ്മുടെ സന്തോഷേട്ടൻ തന്നെ. ആ ഇടുക്കി, നമ്മളന്ന് സ്കൂളിലൊക്കെ പോയപ്പോൾ കണ്ടിരുന്നില്ലേ ആ വീട്? നമ്മുടെ സ്കൂളിൻ്റെ അവിടേക്ക് നടന്നു പോകുന്ന വഴിയിൽ അതെ 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 അതെ, ആ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ. അതെ. അപ്പം എന്തായാലും നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. ആള് വലിയ ആളായി, ആള് പഴയ ആളൊന്നുമല്ല. നമ്മളെ കണ്ടറിയാന്ന്, പിന്നെ അതൊക്കെ എന്തായാലും അറിയടി. ആ അപ്പം എന്തായാലും നമ്മുടെ സന്തോഷേട്ടനും ബൈജുവേട്ടനും കൂടെ ചേർന്നിട്ടുള്ളൊരു നല്ലൊരു സിനിമയാണ് കൂടോത്രം. ആ അപ്പോൾ ഫെബ്രുവരി 12-നാണല്ലോ അത് റിലീസാവുന്നത്. അതെ, നമുക്ക് കാണണം. നമ്മുടെ നാടിൻ്റെ സിനിമ, നമ്മുടെ ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ നാടല്ലേ. അപ്പം നമ്മളല്ലേ അത് ആദ്യം കാണേണ്ടത്. ആ ആ ആ അപ്പം നീ വരില്ലേ? വരണം, നമ്മളാണ് ആദ്യം കാണേണ്ടത്. ഫസ്റ്റ് ഡേയിൽ തന്നെ, റിലീസ് ദിവസം തന്നെ നമുക്ക് കാണണം, ആശംസകൾ അറിയിക്കണം. ഓക്കെ ഡി. അപ്പം ഞാൻ ഇറങ്ങാം. ഓക്കെ, ക്ലാസ്സിൽ വന്നിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ. എന്താ ചൂട്, ഭയങ്കര ചൂട്, നടക്കാനും പറ്റുന്നില്ല. ഏലിയമ്മ ഇവിടെ ഉണ്ടോ എന്തോ? ഏലിയാമ്മോ, എന്തൊക്കെയാടി? അടുക്കളയിൽ കാലത്ത് പണിയാണല്ലോ. ഞാനേ വാസുവിന്റെ വീട് വരെ ഒന്ന് പോയിരുന്നാണ്ടി. കുറെ ദിവസമായി ഒരു മരം വീണ് കിടക്കും. ചായ ഇട്ടല്ലേ? എലിയാമ്മ, ഞാൻ പിന്നെ വന്നതേ, കുറേ കാലിനൊക്കെ നല്ല വേദനയുണ്ട്. ഈ ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ കുന്നൊക്കെ കയറി വരാൻ ഭയങ്കര പാടാണ്. പിള്ളേർ ക്ലാസ്സിൽ പോയല്ലേ? ചായക്ക് അല്പം മധുരം കുറവ്, എനിക്കതാണ് ഇഷ്ടം. പിന്നെ കുറേ നാളായില്ലേ നമ്മൾ തമ്മിലൊക്കെ ഒന്ന് അയലോകത്തൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ടൊക്കെ. ഞാനിപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത്. നീ അറിഞ്ഞില്ലേ, നമ്മുടെ മേരിയുടെ മോന്, നമ്മുടെ സന്തോഷ് മോന്, അവനിപ്പം ഭയങ്കര നല്ല വലിയ ആളൊക്കായി. അവൻ സിനിമയൊക്കെ പിടിച്ചു, വലിയ വലിയ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മേരിയുടെ മോൻ തന്നെ, അതന്നെയാണ്. അപ്പം എന്തായാലും അവൻ്റെ ഒരു നല്ലൊരു സിനിമ ഇറങ്ങുന്നുണ്ട്, നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേട്ടായിരുന്ന? അപ്പോൾ എനിക്ക് പറയാൻ നല്ലൊരു ആഗ്രഹം. നമ്മൾക്ക് എന്തായാലും നമ്മുടെ നാട്ടിലെ ഒരു മോനല്ലേ, അവനെടുത്തൊരു സിനിമയല്ലേ. മോനെവിടെ പോണ്? പണിയുണ്ടല്ലേ? ശരി. അമ്മാമ്മ ഇവിടെ വെറുതെ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്, കുറേ നാളൊക്കെ ആയി വന്നിട്ടേ. ശരി.
അപ്പോൾ പിന്നെ ഞാൻ വന്ന കാര്യം പറയട്ടെ ഏലിയമ്മേ. എന്തായാലും നമ്മളുടെ സന്തോഷ് മോൻ ചെയ്യുന്ന സിനിമയല്ലേ, കൂടോത്രം എന്നാണ് അത് അത്ര അതിൻ്റെ പേര്, കൂടോത്രം. നല്ല സിനിമയാണ്. കാരണം നമുക്ക് വീട്ടുകാരൊക്കൊപ്പം കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം ഒക്കെ പോയി നമുക്കൊന്ന് കാണാൻ പറ്റുന്നൊരു സിനിമയാണെന്നാണ് മേരി പറഞ്ഞത്. മേരി പറഞ്ഞതാണ് എന്നോട് കഴിഞ്ഞ ദിവസം, ചേട്ടത്തിയാരെ അങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന്. തീരെ വയ്യാത്തതുകൊണ്ടാണ് വരാത്തത്. എന്തായാലും നമുക്കും പോയി നമുക്ക് ആ സിനിമ ഒന്ന് കാണണം കേട്ടോ. കുറേ കാലങ്ങളായി നമ്മൾ സിനിമയൊന്നും കാണിട്ട്, പണ്ടങ്ങാണ്ടൊക്കെയോ കണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ മോൻ്റെ അല്ലേ. നല്ലൊരു കൂട്ടുകാരനും കൂടെ ഉണ്ട്, മറ്റേ തോമസിൻ്റെ മോനെ, ബൈജു. അതെ 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 ആലപ്പുഴയ്ക്ക് പോകാൻ. അവർ രണ്ടാളും തന്നെയാണ് ഇതിൻ്റെ പുറകിലൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്തായാലും ഈ മാസം 12-ാം തീയതി സിനിമ വരുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും തിയേറ്ററിലൊക്കെ പോയിട്ട് കാണണം. എന്തായാലും വയ്യാന്നുണ്ടെങ്കിലും ഇതൊന്ന് കാണണമെന്ന് നല്ല ആഗ്രഹം. ഏലിയാമ്മ എന്ത് പറയണ്? നമ്മളൊന്ന് പോവല്ലേ? റിലീസാവുന്ന തന്നെ കാണണം. എന്ത് കൂടോത്രം? സിനിമയുടെ പേര് കൂടോത്രം എന്നാണ്. അപ്പം എന്നൊരു കാര്യം ചെയ്യും, നിനക്ക് ജോലി തിരക്കുണ്ടല്ലോ, ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ. എന്നാൽ ഇത്തിരി പോകുന്ന വഴിയിൽ ഇത്തിരി കഷായം വാങ്ങിക്കാനുണ്ടേ, കുപ്പിയൊക്കെ അവിടെ വെച്ചിട്ടാണ് വന്നത്. എന്നാൽ ശരിയടി, നിൻ്റെ ജോലി നടക്കട്ടെ. ഹായ്, ഏവർക്കും നല്ലൊരു നമസ്കാരം നേരുന്നു. സന്തോഷ് സാറും ബൈജു സാറും ചേർന്നൊരുക്കുന്ന പുതിയ സിനിമയായ കൂടോത്രം ഇടുക്കിയുടെ പ്രകൃതി രമണീയമായ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച് ജനഹൃദയങ്ങളെ കീഴടക്കാനായി കാത്തിരിക്കുന്ന ഒരു നല്ല സിനിമ നമുക്ക് ഫെബ്രുവരി 12-ാം തീയതി തിയേറ്ററുകളിലെത്തുന്നു. ഒരുപാട് കുടുംബ പശ്ചാത്തലങ്ങളും ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതുമായ ഒരുപാട് കഥകളുമായി നമുക്ക് വന്നു നമ്മളുടെ തിയേറ്ററുകളിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു. നമ്മൾ എല്ലാവരും റിലീസ് ദിവസം തന്നെ സിനിമ പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം, അഭിനന്ദനങ്ങൾ അറിയിക്കണം. അപ്പം എന്തേ എല്ലാവരും പോവല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്.